കേരളത്തിലെ കുറഞ്ഞ ശിശുമരണ നിരക്കിനെ വിമർശിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറയുന്നതിന് കാരണം യുവാക്കൾ വൻതോതിൽ വിദേശത്തേക്ക് പോകുന്നതാണെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ വിചിത്രവാദം. വിവാദ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രി പി രാജീവ് രംഗത്തെത്തി, ജോൺ ബ്രിട്ടാസ് എം.പിയും രംഗത്തെത്തി. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള കാരണം യുവാക്കൾ പുറത്തേക്ക് പോകുന്നതാണെന്ന ഒരു വിദ്വാന്റെ പരാമർശം നേട്ടങ്ങളെ അംഗീകരിക്കാനുള്ള മടിയാണെന്ന് പി രാജീവ് പറഞ്ഞു. ഇതിനിടെ രാജീവ് ചന്ദ്രശേഖറിന്റെ പരാമർശത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ മഴ തുടരുകയാണ്. കേരളത്തിന്റെ ശിശുമരണ നിരക്ക് യുഎസിനേക്കാൾ കുറവായ ഘട്ടത്തിലാണ് വിചിത്രവാദവുമായി ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. കേരളത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞിട്ടും അത് അംഗീകരിക്കാൻ രാജീവ് ചന്ദ്രശേഖർ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? കുറേ പേരെയെങ്കിലും വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള കോൺഫിഡൻസിൽ കേരളത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള സ്ഥിരം തന്ത്രമാണോ ഇത്തരം വാദങ്ങൾക്ക് പിന്നിൽ? കാണാം RDX. കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറയുന്നതിന് കാരണം യുവാക്കൾ വൻതോതിൽ വിദേശത്തേക്ക് പോകുന്നതാണെന്ന വാദം ഇന്നും ആവർത്തിക്കുകയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ. ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ കേരളത്തിലാണ്. കുട്ടികളെ ഉണ്ടാക്കുന്ന യൂത്ത് ഇവിടുന്ന് പോകുമ്പോൾ സ്വാഭാവികമായും ശിശുമരണ നിരക്ക് കുറയില്ലേ എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ വിചിത്രവാദം. മനോരമ ഇയർ ബുക്ക് സംഘടിപ്പിച്ച കേരള സബ്മിറ്റ് വികസന സെമിനാറിലായിരുന്നു ആദ്യം രാജീവ് ചന്ദ്രശേഖർ വിചിത്രവാദം ഉയർത്തിയത്. രാജീവ് ചന്ദ്രശേഖരന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ മറുപടിയുമായി മന്ത്രി പി രാജീവ് രംഗത്തെത്തി. ശിശുമരണ നിരക്ക് കുറയുന്നതിനുള്ള കാരണം യുവാക്കൾ പുറത്തേക്ക് പോകുന്നതാണെന്ന ഒരു വിദ്വാന്റെ പരാമർശം നേട്ടങ്ങളെ അംഗീകരിക്കാനുള്ള മടിയാണ്. നമ്മുടെ നേട്ടം നേട്ടമായി കണ്ട് അംഗീകരിക്കുന്നതിലുള്ള താല്പര്യക്കുറവാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതെന്നും പി രാജീവ് പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനങ്ങളും ട്രോളുകളും ശക്തമാണ്. വിചിത്രവാദത്തിനെതിരെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരും സോഷ്യൽ മീഡിയയിൽ പ്രതികരണവുമായി രംഗത്തെത്തി. പ്രസ്താവന വിവാദമാകുമ്പോഴും താൻ പറഞ്ഞ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. RDX ന്യൂസ് മലയാളം. കേരളത്തിന്റെ നേട്ടങ്ങളെ അംഗീകരിക്കാനുള്ള മടിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ നിന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. വാക്കുകൾ കേൾക്കാം. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണമാണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ളത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം. നമ്മുടെ ഈ നേട്ടമായി കണ്ട് അംഗീകരിക്കുന്നതിലുള്ള ഒരു താല്പര്യക്കുറവാണ്. അദ്ദേഹത്തെ അറിയാമായിരിക്കും, അറിയില്ല എന്ന് ഞാൻ കരുതുന്നേയില്ല. വിവാദ പ്രസ്താവനയിൽ നിന്ന് ഇന്നും ഉറച്ചു നിൽക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ളത് കേരളത്തിലാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ ഉള്ളതും കേരളത്തിലാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മൊത്തം കണക്ക് വെച്ചിട്ട് വേണം സംസാരിക്കാനെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇൻഫന്റ് മോർട്ടാലിറ്റി കമ്മിയാവുന്നു, അത് നല്ല കാര്യമാണ്. ഏറ്റവും കമ്മിയുള്ള സ്റ്റേറ്റ് കേരളമാണ്, അതും നല്ല കാര്യമാണ്. പക്ഷേ അത് പറയുമ്പോൾ അത് എന്തുകൊണ്ട് CPM ഇത് പറയുന്നില്ല? ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ ഇവിടുന്നാണ്. മൊത്തം സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് കേരളത്തിൻ്റെ സ്റ്റോറി മുമ്പോട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ മറുവശം പറയാൻ ധൈര്യം ഉണ്ടാവണം. എന്താണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്? ജനിച്ച 1000 കുഞ്ഞുങ്ങളിൽ 1 വയസ്സ് തികയുന്നതിന് മുൻപ് മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ എണ്ണം, 1 വർഷത്തിലെ ശിശുമരണങ്ങളുടെ എണ്ണം, ആ വർഷത്തിലെ ആകെ ജനനങ്ങളുടെ എണ്ണം. ആരോഗ്യരംഗത്തെ പുരോഗതിയും ആസൂത്രണവും വിലയിരുത്താൻ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് സഹായിക്കുന്നു. കുറഞ്ഞ ഭാരം, പോഷകാഹാരക്കുറവ്, അണുബാധ, ആരോഗ്യ സൗകര്യങ്ങളുടെ അപര്യാപ്തത എന്നിവ മരണങ്ങൾക്ക് കാരണമാണ്. മാതൃശിശു ആരോഗ്യരംഗത്ത് കേരളം ഇന്ത്യയിൽ ഏറ്റവും മുന്നിലാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. യൂറോപ്പിലെ പല രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാവുന്നതുമായ നിലയിലേക്ക് കേരളം എത്തിയിട്ടുണ്ട്. കേരളം ഇതൊക്കെ നേടിയെടുത്തത് എങ്ങനെ എന്നും ചോദിച്ചാൽ, പ്രസവം നടക്കുന്ന സംസ്ഥാനത്തെ 16 ആശുപത്രികൾക്ക് ദേശീയ ലക്ഷ്യ ഗുണനിലവാര സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. പ്രസവം നടക്കുന്ന 6 ആശുപത്രികൾക്ക് ദേശീയ മുസ്കാൻ അംഗീകാരം ലഭ്യമായിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായി മാതൃശിശു സൗഹൃദ ആശുപത്രി ഇനിഷ്യേറ്റീവ് പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാനുള്ള സമഗ്ര ന്യൂബോൺ സ്ക്രീനിംഗ് പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളിലെ ഹൃദയ വൈകല്യങ്ങളെ കണ്ടെത്തി സൗജന്യമായി ചികിത്സിക്കുന്ന ഹൃദ്യം പദ്ധതി ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. ഹൃദ്യം പദ്ധതിയിൽ കഴിഞ്ഞ വർഷം വരെ 8450 കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയിട്ടുമുണ്ട്. കുഞ്ഞുങ്ങളുടെ ആദ്യ 1000 ദിനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകി ശാരീരികവും മാനസികവുമായ പരിചരണം ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വീട്ടിലെത്തിക്കുന്ന മാതൃയാനം പദ്ധതി ഇവിടെ നടപ്പായിട്ടുണ്ട്. അപൂർവ ജനിതക രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകി അതുമൂലമുള്ള മരണങ്ങൾ കുറച്ചിട്ടുണ്ട്.
തീരദേശ മേഖലയിൽ ഉൾപ്പെടെ നവജാത ശിശു തീവ്ര പരിചരണ യൂണിറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കേരളത്തിൽ ഈ നവജാത ശിശുക്കളുടെ മരണനിരക്ക് കുറച്ചത്. സനീഷൻ, നവജാത ശിശുക്കളുടെ മരണത്തിൽ മാത്രമല്ല, ഒരു 7 വയസ്സുവരെയുള്ള കുട്ടികളുടെ നിരക്കിലും സമാനമായ അവസ്ഥയിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും മികവ് പുലർത്തുന്ന, ഏറ്റവും കുറച്ച് മരണം മാത്രം നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തോ ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല രാജീവ് ചന്ദ്രശേഖറിന് എന്നുള്ളതാണ്. എന്താ സനീഷ് തോന്നുന്നത്? ഇത് പക്ഷേ ഇതിൻ്റെ കാരണം എന്തായാലും ഞാൻ ഇത്രമാത്രം വലിയൊരു മണ്ടത്തരം ഈ സമീപകാലത്തൊന്നും ഒരു രാഷ്ട്രീയ പറഞ്ഞായിട്ട് കേട്ടിട്ടില്ല. നമ്മൾ മണ്ടത്തരത്തെ തന്നെ പറയണമല്ലോ. ഇപ്പം നമ്മൾ അതിൻ്റെ സ്റ്റോറിയിലൊക്കെ വിവാദ പ്രസ്താവന, വാർത്തകളിൽ വിവാദ പ്രസ്താവന എന്നൊക്കെ പറയുന്നതെങ്കിലും ഇത്രയും വലിയൊരു മണ്ടത്തരം ഞാൻ ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നതായിട്ട് കേട്ടിട്ടേ ഇല്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തന്നെ ഇതിനു മുമ്പുള്ള സംസ്ഥാന അധ്യക്ഷന്മാരൊന്നും ഇമാതിരി വർത്താനം പറഞ്ഞിട്ടില്ല. ഇതുപോലെ ഞാൻ കേട്ടിട്ടില്ല. ഈ നോർത്തിൽ, നമ്മൾ ഇന്നലെയും പറഞ്ഞു, നോർത്തിലൊക്കെയുള്ള ചില രാഷ്ട്രീയക്കാർ ഇതുപോലുള്ള, ഇപ്പോൾ ഹനുമാൻ, സുലൈമാൻ എന്നതുപോലെ ഹനുമാൻ എന്ന് വെച്ചാൽ ഒരു മുസ്ലിമാണ്, അല്ലെങ്കിൽ മുസ്ലിം പേരാണ് എന്ന മട്ടിലൊക്കെയുള്ള അങ്ങേയറ്റം വിചിത്രമായിട്ടുള്ള മണ്ടത്തരങ്ങൾ പറയും. അതായത് നമ്മളിത് കേട്ടാൽ ഇത് ചുമ്മാ പറയുന്നതാണ്, പക്ഷേ ഉണ്ടാകും അത്തരം വാർത്തകൾ. പക്ഷേ ഇവിടെ കേരളത്തിൽ ഇമാതിരി ഒരു മണ്ടത്തരം ഞാൻ കേട്ടിട്ടേ ഇല്ല. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് വലിയ വിദ്യാഭ്യാസമൊക്കെ നേടിയ പുറത്തൊക്കെ പോയുള്ള ആൾ വന്നിട്ട് പറഞ്ഞത് എനിക്ക് വലിയ അത്ഭുതം ഉണ്ടാക്കി. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു, ഒരു വർഷം 1000 ശിശുക്കൾ ജനിച്ചാൽ ആ ശിശുക്കളിൽ എത്ര പേർ ജീവിച്ചിരിക്കുന്നു, എത്ര പേർ മരിക്കുന്നു. ഇതാണ് അതിൻ്റെ കണക്കിൻ്റെ ഈ പറഞ്ഞ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സിമ്പിൾ, വളരെ സിമ്പിളാണ്. കേരളത്തിൽ 1000 കുട്ടികൾ ജനിച്ചാൽ അതിൽ 5 പേരാണ് മരിക്കുന്നത്. ബാക്കി 995 പേരും നല്ല ജീവിതത്തിലേക്ക് വരും. 5 പേരാണ് 1000-ൽ കേരളത്തിൽ മരിക്കുന്നത്. അത് ഏറ്റവും കുറവുള്ള 3 സംസ്ഥാനങ്ങളിലൊന്നാണ്. മണിപ്പൂരിൽ 3, ലഡാക്കിൽ 4, പിന്നെ കേരളമാണ്. ഗോവയും സിക്കിമും 6, കർണാടകയിൽ 14, തമിഴ്നാട് 12. കേട്ടോ, ഈ നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ പോലും അതാണ് സ്ഥിതി. താരതമ്യേന കൊള്ളാവുന്ന സാമ്പത്തിക നിലയ്ക്കുള്ള സ്ഥലങ്ങളിൽ. എന്നാൽ ഈ BJP ഒക്കെ ഭരിക്കുന്ന ഗുജറാത്തിൽ 23 പേര് മരിക്കും. 23. നമ്മുടെ ദേശീയ ശരാശരി 25ആണ്. 1000 ഇന്ത്യയിൽ 1000 കുട്ടികൾ ഒരു നിശ്ചിത സമയത്ത് ജനിക്കുന്നതിൽ 25 കുട്ടികൾ മരിച്ചു പോകും. ബാക്കിയുള്ള ആളുകളെ ജീവിക്കുന്നുള്ളൂ. കേരളത്തിൽ അത് 5ആണ്. ഗുജറാത്തിൽ 23 കുട്ടികൾ മരിച്ചു പോകും. കേരളത്തിൽ അത് 5ആണ്. ഇതാണ് നമ്മുടെ വസ്തുത എന്നിരിക്കെ മൂപ്പർ അതിന് എന്താ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഇത് മനസ്സിലായില്ലേ? ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇതാണെങ്കിലും ഇതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ ഉണ്ടാക്കുന്ന ആളുകളെല്ലാം പുറത്തേക്ക് പോവാണ് എന്ന്. ഇത് രണ്ടും തമ്മിൽ പിന്നെ എന്താണ്? ഈ പണ്ടെൻ്റെ കൂടെ കോളേജ് പഠിക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു. അവൻ എപ്പോഴും പറയുന്നത്, നിനക്ക് ഏതാ സനീഷ് ഏറ്റവും ഇഷ്ടം, ഇന്ത്യൻ എക്സസ് ആണോ ലഡു ആണോ? രണ്ടും തമ്മിൽ ഒരു താരതമ്യമില്ല. ഇന്ത്യൻ എക്സസ് ആണോ ഹിന്ദു ആണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക, ലഡു ആണോ ജിലേബി ആണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക. പക്ഷേ ഇന്ത്യൻ എക്സസ് ആണോ ലഡു ആണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയാം? ഇമാതിരി വർത്തമാനമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന യൂത്ത് അവിടെ കുട്ടികളെ ഉണ്ടാക്കിയാൽ, അദ്ദേഹത്തിൻ്റെ വാക്കായതുകൊണ്ടാണ് ഞാൻ അത് തന്നെ പറയുന്നത്, അവിടെ കുട്ടികൾ ഉണ്ടാക്കിയാൽ അത് കേരളത്തിൻ്റെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിനകത്ത് വരില്ല. അത് അവിടെയാണ്. മലയാളികൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കുട്ടികളെ ഉണ്ടാക്കിയാലും കേരളത്തിൻ്റെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിലല്ല വരിക. ഇത്തരം സിമ്പിളായിട്ടുള്ള കാര്യം പോലും അറിയില്ലേ എന്ന് ആളുകൾ പരിഹസിക്കും. പിന്നെ ഞാനതിന് മണ്ടത്തരം എന്ന് പറഞ്ഞാൽ എനിക്കൊരു രാഷ്ട്രീയ നേതാവിനെ, അതും പ്രത്യേകിച്ചൊരു വലിയ പാർട്ടിയുടെ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ വർത്തമാനത്തെ മണ്ടത്തരം എന്ന് പറയുന്നതിൽ അയ്യോ അത് ശരിയല്ലല്ലോ എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ പോലും ഇതിനെ ഞാൻ മറ്റെന്താ പറയുക? അപ്പോൾ അതൊരു കുഴപ്പമാണ്. പിന്നെ രണ്ടാമത്, ഇന്നിപ്പോൾ വിശദീകരിച്ചു, യൂത്ത് മൈഗ്രേഷൻ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അത് വസ്തുതയാണോ? അല്ല. ChatGPT-യോട് ചോദിച്ചാൽ പറഞ്ഞുതരും അത് വസ്തുതയല്ല. യൂത്ത് മൈഗ്രേഷൻ ഏറ്റവും കൂടുതൽ കേരളത്തിലല്ല. അതിൻ്റെ കണക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ യൂത്ത് മൈഗ്രേഷൻ എന്താണ് കുഴപ്പം എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം യൂത്തായിരുന്നപ്പോൾ എവിടെയായിരുന്നു? കേരളത്തിലായിരുന്നോ? അദ്ദേഹം ഇപ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. രാജീവ് ചന്ദ്രശേഖരൻ എന്ന ഈ വർത്തമാനം പറഞ്ഞ ഈ നേതാവ് യൂത്തായിരുന്നപ്പോൾ കേരളത്തിലാണോ അദ്ദേഹത്തിൻ്റെ യൗവനത്തിൻ്റെ തീഷ്ണത ചെലവഴിച്ചത്? അല്ല. ഒരു അധ്യക്ഷനാകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ യൗവനം ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി കൊടുത്ത് പുറം രാജ്യങ്ങളിലെ ഈ സംവിധാനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച ഒരാൾ അദ്ദേഹം പറയാണ് ഇവിടെ യൂത്ത് മൈഗ്രേഷൻ കേരളത്തിൽ കൂടുതലാണെന്ന് തെറ്റായിട്ട് പറയാണ്. ഞാൻ എല്ലാ കാലത്തും യൂത്ത് മൈഗ്രേഷൻ എന്താ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ VK കൃഷ്ണമേനോൻ, ഇവിടെ മിച്ചിലോട്ട് മാധവൻ തൊട്ട് ഏത് കാലം തൊട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളുകൾ, മനുഷ്യർ, ഇവിടുന്ന് പോകുന്ന ആളുകളെല്ലാം ഈ പറയുന്ന അക്കാഡമിക്സും ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത ആളുകളെല്ലാം വീട്ടിൽ നല്ല ആവതുള്ള വീടുകളിൽ നിന്ന് പോയ ആൾക്കാരാണ്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ വീടുകളിലും ആവതായപ്പോൾ അവരവരുടെ വീടുകളിൽ നിന്നെല്ലാം പുറത്തേക്ക് പോകുന്നു, പഠിക്കുന്നു. പണ്ട് കേംബ്രിഡ്ജിലോ ഈ പറയുന്ന ഐവി ലീഗ് യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലോ ഒക്കെ പഠിക്കാൻ അവസരം കിട്ടുകയും ഈ കമ്പ്യൂട്ടർ സംവിധാനം പോലെ അദ്ദേഹം പോയതുപോലുള്ള പുതിയ ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെയൊക്കെ തുടക്കകാലത്ത് നിന്ന് ജോലി ചെയ്യാനൊക്കെ പറ്റുന്ന ആളുകൾ എന്ന് വെച്ചാൽ ഏറ്റവും സമ്പന്നമായിട്ടുള്ള വീടുകളിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഇപ്പം വീട് നാട്ടിൽ വേറെ ആവതുണ്ടായി വന്നു. മറ്റ് പലതരത്തിലുള്ള സംവിധാനങ്ങളിൽ നിന്ന് ലോൺ എടുത്തും മറ്റു ആളുകൾക്ക് പഠിക്കാൻ പോകും, ആളുകൾ പോവും, കുട്ടികൾ പോവും. അപ്പോൾ ഞാൻ യൂത്ത് എന്ന നിലക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ് എന്നും
മൈഗ്രേറ്റ് ചെയ്തിട്ട് മറ്റ് രാജ്യങ്ങളുടെ കോർപ്പറേറ്റ് സംവിധാനങ്ങൾക്ക് വേണ്ടി എൻ്റെ യൗവനത്തിൻ്റെ അധ്വാനശേഷി വിനിയോഗിച്ചതാണ് എന്നതുപോലും ആലോചിക്കാതെ BJP സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് പറയുകയാണ് യൂത്ത് മൈഗ്രേഷൻ എന്തോ മോശമാണ് കേരളത്തിലെന്ന്. അത് അദ്ദേഹം പറയുമ്പോൾ, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലക്ക് അദ്ദേഹത്തിൽ നിന്ന് കൂടുതലായിട്ട് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിപ്പോൾ കുമ്മനം രാജശേഖരനോ കെ സുരേന്ദ്രനോ മറ്റോ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന BJP നേതാക്കൾ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്തൊരു ട്രോളായിരിക്കും ഹർഷ ഇവിടെ ഉണ്ടാവുക. ഞാൻ പറഞ്ഞ ഇപ്പോൾ ട്രോൾ സോഷ്യൽ മീഡിയയിൽ ഈ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ CPM-കാരും കോൺഗ്രസ്സുകാരൊക്കെ ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ മറ്റ് നമ്മുടെ നാട്ടിലെ നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്ന സുരേന്ദ്രനോ കുമ്മനം രാജശേഖരനെ പോലെ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ നേതാക്കൾ ആയിരുന്നു ഇതെങ്കിൽ ഈ ഇവിടുത്തെ മറ്റു മാധ്യമങ്ങളും മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ വല്ലാതെ ട്രോൾ ചെയ്ത് തന്നെ ഇത് മണ്ടത്തരാണെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞില്ല. ഇപ്പോൾ ആരും പറയുന്നില്ല. എന്താ അദ്ദേഹം കുറച്ച് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന കുറച്ചുകൂടെ നല്ല പ്രൊഫൈലൊക്കെ ഉള്ള ഒരു മൈഗ്രേഷൻ ചെറിയ കാലത്തിലേ നടത്തിയിട്ട് പിന്നെ നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി തിരിച്ചു വന്ന സംസ്ഥാന അധ്യക്ഷനായിട്ട് മാത്രം തിരിച്ചു വന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്ന ഒരാളായതുകൊണ്ട് ആ തരത്തിലൊരു ബഹുമാനം കൊടുക്കുന്നതുകൊണ്ടാണ് ആളുകൾ ട്രോളാത്തത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടും ഇത്തരം വർത്തമാനങ്ങൾ പറയുമ്പോൾ 4 വശവും ആലോചിച്ചിട്ട് വേണം പറയാൻ എന്ന് ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ എത്രയോ സാധാരണക്കാരായ ഒരാളാണ്. പക്ഷേ കേരളം അദ്ദേഹത്തോട് നിശബ്ദമായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് സനീഷ്, ഇത് ദീർഘകാലമായി നീണ്ടു നിന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിലും ഈ അദ്ദേഹം പറയുന്ന ഈ വിഷയങ്ങളും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ കാലമായി, അതായത് പൊതുവെ മലയാളിക്ക് അഭിമാനബോധമുണ്ട് അവനവൻ്റെ കാര്യത്തെക്കുറിച്ച്. മലയാളി കൊള്ളാം, വ്യത്യസ്തനാണ്, ചന്ദ്രനിൽ മലയാളി ഉണ്ട് എന്നുള്ള മലയാളിയുടെ തമാശ വളരെ കാലം മുമ്പുള്ളതാണ്. അപ്പോൾ ആ കാലത്ത് മലയാളി സഞ്ചരിക്കുന്നവനാണെന്നും ലോകമറിയുന്നവനാണെന്നും അങ്ങനെ കേരളത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നവനാണെന്നും ഒക്കെയുള്ള കാര്യങ്ങളിലൊക്കെ അഭിമാനിച്ചിരുന്നവരാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യത്യസ്തത കൊണ്ട് തന്നെ പലപ്പോഴും BJP അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നും കാര്യങ്ങളെ കൂടുതൽ യുക്തിസഹമായാണ് വിലയിരുത്തുന്നത് എന്നുമൊക്കെയുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് അതിൽ പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മലയാളിയുടെ അഭിമാനബോധത്തെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ഈ കേരളം എന്തോ മോശം സ്ഥലമാണ് എന്നുള്ളൊരു ധാരണ വരുത്തുന്ന തരത്തിലുള്ള ആസൂത്രിതമായ പ്രചാരണങ്ങൾ ഉണ്ടായത്, തുടർച്ചയായ പ്രചാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ അവർ നടത്തിയതാണോ ആര് നടത്തിയതാണോ എന്നുള്ളതല്ല, ഇതൊരു ഫ്രസ്ട്രേഷനിൽ നിന്ന് വരുന്നതുമായിരിക്കാം. കാരണം കേരളം കൊള്ളത്തില്ല, കേരളത്തിൽ നിന്നുള്ളവരെല്ലാം വിദേശത്ത് പോവുകയാണ് ഈ പറഞ്ഞതുപോലെ. അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ എല്ലാവരും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് ഈ കേരളം മുതൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് ഇത് പറയുന്ന ആളുകൾ തന്നെ പറയുകയാണ്, കേരളത്തിലേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ തള്ളിക്കയറ്റമാണ്. അതെന്താണ്? ഇന്ത്യയിലെ ഏറ്റവും മികച്ച വേതനം ഉള്ളതുകൊണ്ടാണ് കേരളത്തിലേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ തള്ളിക്കയറി വരുന്നത്. ഈ തള്ളിക്കയറി വരുന്നവരാണ്. രാജീവ് ചന്ദ്രശേഖർ ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ നേതാവല്ലേ? അദ്ദേഹം ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ പോകും. ഇത് തന്നെയല്ലേ ഉത്തർപ്രദേശിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരിക്കുന്ന പ്രദേശത്ത് നിന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ മധ്യപ്രദേശിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് ഒക്കെ ആളുകൾ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത്, കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളത് കൂടി അദ്ദേഹം ആലോചിക്കേണ്ടതല്ലേ? അവരെന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളത് ആ ആലോചന അദ്ദേഹത്തിന് പോയിട്ടില്ല. പകരം ഒരിടത്തും കൊണ്ട് കൊളുത്താൻ പറ്റാത്ത ഒരു യുക്തിയുമായിട്ടാണ് അദ്ദേഹം ഇറങ്ങിയത്. അതായത് അത് യുക്തി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം ഒരു കുയുക്തി പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. അത് വലിയ പരാജയമായി പോയി എന്നുള്ളതാണ് വാസ്തവം. അല്ല, എനിക്കങ്ങനെ കുയുക്തിയാണോ അല്ലെങ്കിൽ ശരിക്കും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞാണോ, അറിഞ്ഞുകൊണ്ട് അറിയാത്തത് കൊണ്ട് പറഞ്ഞാണോ എനിക്ക് മനസ്സിലായില്ല. അത് ആദ്യത്തെ തവണയാണെങ്കിൽ നമുക്കങ്ങ് ക്ഷമിച്ചു വിടാമായിരുന്നു. അത് അങ്ങനെയൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞു പോകുമ്പോൾ ഒരു രാഷ്ട്രീയം ഒരു തന്ത്രം എന്നുള്ള നിലയ്ക്ക് അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എത്ര ശ്രമിച്ചാലും ഈ കേരളം എൻ്റെ പ്രിയപ്പെട്ട കേരളമെന്ന് ക്യാമ്പയിൻ നടത്തിയിട്ട് കാര്യമില്ല. ഈ കേരളത്തിൽ നിന്ന് മുക്തനാവണം അദ്ദേഹം, കേരളത്തിലേക്ക് എത്തണം. അതിന് പകരം അദ്ദേഹം ഇപ്പോഴും, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസും CPM-ഉം എല്ലാം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തിനാണ് കേരളത്തിന് ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ ഒരു പദ്ധതി, അല്ലെങ്കിൽ എന്തിനാണ് കേരളത്തിന് ഗുജറാത്തിൻ്റെ പദ്ധതി, എന്തിനാണ് ബീഹാറിൻ്റെ പദ്ധതി, അല്ലെങ്കിൽ അവരുടെ ആ മാതൃക എന്തിനാണ്? ആ മാതൃക കേരളം എന്തിനെടുക്കണം? ഇത് കേരളം മാത്രമല്ല, തമിഴ്നാടും ചോദിക്കുന്നുണ്ട്. ഞങ്ങളെന്തിനാണ് പരാജയപ്പെട്ട മോഡൽ എടുക്കേണ്ട കാര്യം എന്താണ് ഞങ്ങൾക്ക്? ഞങ്ങളിവിടെ വിജയകരമായി ഈ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിനെ ഇത്രയും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ ആയുർദൈർഘ്യത്തെ ഏറ്റവും കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ നേട്ടമല്ലേ? ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്തെ മാതൃകയാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് മാതൃകയാക്കണമെന്നാണ്? എന്താണ് അതിൻ്റെ ഒരു യുക്തി പിടി കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ആ ചോദ്യം ഉയരുന്നത് കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയാണ് അദ്ദേഹം. ഇവിടുന്ന് എല്ലാവരും പോവുകയാണെന്ന്. അതിലുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? അദ്ദേഹം ആദ്യം പറഞ്ഞത് മണ്ടത്തരാണെന്ന് വെക്കാം, പോട്ടെ. പക്ഷേ രണ്ടാമത് പറഞ്ഞത് നുണയാണ്.
അതാണ് പ്രശ്നം. ഒരു മണ്ടത്തരത്തെ പ്രതിരോധിക്കുക, അത് ആ മണ്ടത്തരം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പിന്നെ നുണ പറയുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. അവിടെ ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്, ഉത്തർപ്രദേശിൽ നിന്നാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് നടക്കുന്നത് ഞാൻ കരുതുന്നത് ബീഹാറിൽ നിന്നാണ് രണ്ടാമത്. അടുത്തത് രാജസ്ഥാനാണ്, അത് കഴിഞ്ഞ് ഉത്തരാഖണ്ഡാണ്, അത് കഴിഞ്ഞ് പഞ്ചാബാണ്. ഇത് പറഞ്ഞാൽ ഇപ്പം മലയാളി പോലും വിശ്വസിക്കില്ല. മലയാളി വരെ വിശ്വസിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് എല്ലാവരും പൊക്കോണ്ടിരിക്കുകയാണെന്നാണ്. അല്ല, അതിൽ എല്ലാവർക്കും പങ്കാളിത്തമുണ്ട്. കാരണം എന്തോ പോകുന്നത് എന്തോ കുറ്റമാണെന്ന് ഇങ്ങനെ എല്ലാവരും കൂടെ സ്ഥാപിക്കുകയാണ്. അതെ, അതാണ്. അതുകൊണ്ടാണ് മലയാളി ഒരു കാലത്ത് ധാരാളം പോയിട്ടുണ്ട്. ഒരു സമയത്ത് മലയാളിയുടെ യാത്ര ആയിരുന്നു പ്രശസ്തം. ധാരാളം മലയാളികൾ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. അതിൻ്റെ ഗുണം കേരളത്തിനുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പല കാരണങ്ങളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാരണം അതിനകത്തുണ്ട്. എന്താണ്? പ്രായം കൂടുന്നു, ആളുകൾക്ക് പ്രായമുള്ള ആളുകൾ ഇവിടെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ മൈഗ്രേഷൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ബർത്ത് റേറ്റ് കുറഞ്ഞു. കാരണം എന്താണ്? അത് ഈ കേന്ദ്രം ആവിഷ്കരിച്ച പദ്ധതി ഏറ്റവും വൃത്തിക്ക് നടപ്പാക്കിയ സംസ്ഥാനമായതുകൊണ്ടാണ് ആ ജനന നിരക്ക് കേരളത്തിൽ കുറഞ്ഞത്. അതിവിടെയെങ്കിലും കുറഞ്ഞിട്ടില്ല. ഈ ബീഹാറിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും ഒക്കെ അതിപ്പോഴും അങ്ങ് മുകളിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് താരതമ്യം ചെയ്യേണ്ടത് ഈ ഓരോ വിഷയം വെച്ചിട്ട്. അതിന് പകരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യപാനികളുള്ളത് കേരളത്തിലാണല്ലോ എന്ന് പറയുന്ന മട്ടിൽ കേരളം ആദ്യമത്തിലില്ല മദ്യപാനികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ എന്താണ് പൊതുബോധം? ഈ നിരന്തരം ഇങ്ങനെ പറഞ്ഞിട്ട് കേരളം ഒരു മദ്യപാനികളുടെ നാടായി മാറ്റി തീർത്തു. അത് നമുക്കും ഗമയായതുകൊണ്ട് നമ്മൾ രണ്ടെണ്ണം അടിക്കും എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ സ്ഥാപിച്ചെടുത്തു. അതാണ് പ്രശ്നം. അപ്പോൾ ആ പ്രചാരണത്തിൽ ഇങ്ങനെ നമ്മളും കുടുങ്ങിക്കിടക്കുന്നു. അതിനെ ഒന്നുകൂടി ഒന്ന് പുകച്ചു വിടാമെന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷേ അദ്ദേഹത്തിന് തെറ്റി. അദ്ദേഹം ഈ കാര്യത്തിൽ എന്തായാലും വീണു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട കേരളത്തെക്കുറിച്ച് അഭിമാനം കൊള്ളാനാണ് അവരുദ്ദേശിക്കുന്നതെങ്കിൽ ഈ രീതിയിലല്ല അതിനെക്കുറിച്ച് അഭിമാനം കൊള്ളേണ്ടത്. ലോകാരോഗ്യ രംഗത്ത് ശ്രദ്ധേയമായ ചരിത്ര നേട്ടം കൈവരിച്ച സംസ്ഥാനമാണ് കേരളം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിൽ അമേരിക്ക ഉൾപ്പെടെ പല വികസിത രാജ്യങ്ങളെയും മറികടന്നും യൂറോപ്പിലെ പല ക്ഷേമരാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാവുന്നതുമായ നിലയിലേക്ക് കേരളം എത്തിയിട്ടുണ്ട്. ഫിൻലൻഡ്, ഐസ്ലൻഡ്, നോർവേ തുടങ്ങിയ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെയും ജപ്പാൻ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളെയുമാണ് ഇനി കേരളത്തിന് ഇത്തരം കാര്യങ്ങളിലൊക്കെ മറികടക്കാനുള്ളത്. ഈ നേട്ടങ്ങളെല്ലാം കേരളം ഒരു ദിവസം കൊണ്ട് കൈവരിച്ചതല്ല. മാറി മാറി വന്ന പല സർക്കാരുകളും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ വളർച്ചയ്ക്ക് പ്രത്യേക ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം, സാമൂഹ്യാരോഗ്യ സംവിധാനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം, മറ്റ് സാമൂഹിക ഇടപെടലുകൾ, ഇതെല്ലാം ഈ നേട്ടത്തിലെത്താൻ കേരളത്തെ സഹായിച്ചിട്ടുണ്ട്. 1950കളിൽ കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക് 120-ൽ കൂടുതലായിരുന്നു എന്ന് ഓർക്കണം. 7 പതിറ്റാണ്ടിനപ്പുറം അത് 5-ലേക്ക് കുറച്ച നേട്ടം വില കുറച്ച് കാണുന്നത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ അത്തരം വാദങ്ങളെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരം നേട്ടങ്ങളിലേക്ക് കേരളത്തെ എത്തിക്കാൻ ആശാപ്രവർത്തകരുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും ഒക്കെ പ്രവർത്തനങ്ങളെയും നമുക്ക് വില കുറച്ച് കാണാൻ കഴിയില്ലല്ലോ. ഇനിയും ലോകത്തിനാകെ മാതൃകയാകുന്ന വലിയ നേട്ടങ്ങൾ, അതായത് റിയൽ കേരള സ്റ്റോറികൾ തുടരും എന്ന കാര്യത്തിൽ ഞങ്ങൾ മലയാളികൾക്ക് ഒരു സംശയവുമില്ല.